ജയിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഈ കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഉക്രൈൻ പുതിയ അടവുകളും തന്ത്രങ്ങളും പയറ്റാൻ തുടങ്ങുകയാണ്. ഇത് ഏത് തരത്തിലായിരിക്കും റഷ്യയെ ബാധിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ റഷ്യൻ ഉക്രൈൻ വാർ ചെന്ന് നിൽക്കുന്നത്. 2022 3.5 കൊല്ലമായി അല്ലെ, 4 കൊല്ലത്തോട് അടുക്കുകയാണ് ആ യുദ്ധം. എവിടെയും എത്തിയിട്ടില്ല. റഷ്യ പിന്മാറുന്ന പ്രശ്നം കാണുന്നില്ല. കാരണം കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ തന്നെ ചർച്ച ചെയ്തതാണ്, 7 ലക്ഷം റഷ്യൻ സൈനികരെ കൊണ്ടുപോയി ഉക്രൈനിലാകെ വിന്യസിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ധന്യ ചോദിച്ച ചോദ്യം, അത്രയും സൈനികർക്ക് അവിടെ നിൽക്കാനുള്ള ഇടമുണ്ടോ? അപ്പോൾ വമ്പിച്ച പടയെ കൊണ്ടുവന്ന ഒരു കൊച്ചു രാജ്യത്ത് ഇറക്കിയിട്ട് ഈ റഷ്യയുടെ ഒരു യുദ്ധ രീതി അതാണ്. ഈ വലിയ മാത്രമല്ല മാരകം വമ്പിച്ച ഭാരമുള്ള വലിയ ആയുധങ്ങളുമായി കൊണ്ടുവന്നിട്ട് ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും പേടിപ്പിക്കുക, ജനവാസ കേന്ദ്രങ്ങളിലേക്ക് നേരിട്ട് മിസൈലുകൾ വർഷിക്കുക. വലിയ യുദ്ധങ്ങളാണ്. അതിന് അവർ പറയുന്ന പേര് ആർട്ടിലറി അറ്റാക്ക് എന്നാണ്. വമ്പിച്ച യുദ്ധങ്ങളാണ് റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ ആയിരക്കണക്കിന് സൈന്യങ്ങളെ നിക്ഷേപിക്കുക, ലക്ഷക്കണക്കിന് സൈന്യങ്ങളെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുക, എന്നിട്ട് ഭീകരമായ ആക്രമണം അഴിച്ചുവിടുക. ഭാരിച്ച തോക്കുകളും മിസൈലുകളും വളരെ ദൂരെ നിന്ന് വിക്ഷേപിച്ചാൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് നിരന്തരമായിട്ട് പ്രയോഗിക്കുക. അതിനവർ പറയുന്ന ആയുധങ്ങളുടെ പേര് ഹോവിസ്റ്ററുകൾ, മോർട്ടാറുകൾ, മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം, ഈ ക്രൂയിസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ. അതായത് ആധുനിക യുദ്ധത്തിൽ ലോകത്ത് കിട്ടാനുള്ള ഏറ്റവും മാരകമായ, ഏറ്റവും കനത്ത ആയുധങ്ങൾ, ഏറ്റവും സമ്പന്നമായ സൈനിക ശക്തി, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഉക്രൈനെ തിരിച്ചടിക്കുക, തകർക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം. അവർ പിന്തിരിയുന്ന ലക്ഷണമില്ല എന്നതിൻ്റെ തെളിവാണ്. ലോകത്ത് ഇപ്പോൾ യുദ്ധം നിർത്താൻ വേണ്ടി ആരൊക്കെ പറഞ്ഞു നോക്കി? അമേരിക്ക ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു നോക്കി, ഐക്യരാഷ്ട്രസഭ പറഞ്ഞു നോക്കി, ഇന്ത്യയെ കൊണ്ടാവുന്ന വിധം ഇന്ത്യയും പറഞ്ഞു നോക്കി. റഷ്യ ഇന്ത്യയുമായി നല്ല സൗഹൃദത്തിലാണ്, പക്ഷേ നമ്മളോട് യാതൊരു അലോഹ്യം അവർക്കില്ല. പക്ഷേ ഉക്രൈൻ്റെ പ്രശ്നത്തിൽ നിങ്ങൾ ദയവായിട്ട് ഇടപെടരുത്, ഞങ്ങളും അവരുടെ കേസ് വേറെയാണ്, ഞങ്ങൾ തീർത്തുകൊള്ളാം എന്ന് പറയുകയാണ്. അത് ക്രീമിയ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അവർക്ക് വേറെ തീർക്കാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാശ്മീരിൻ്റെ പ്രശ്നത്തിൽ നമ്മളോട് റഷ്യ വന്ന് പറയുകയാണ്, നിങ്ങൾ കാശ്മീർ പ്രശ്നത്തിൽ പാകിസ്ഥാനോട് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമോ? അതേ ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് വമ്പിച്ച ഒരു വലിയ യുദ്ധമുഖത്താണ് റഷ്യ ഉള്ളത്. ഈ ഉക്രൈൻ ആണെങ്കിൽ പിടിച്ചു നിൽക്കാനും അതിജീവനത്തിനും പാടുപെടുകയാണ്. ഈ സമയത്ത് ഒരു അന്തിമ യുദ്ധത്തിന് ഉക്രൈൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കപ്പെട്ടത്. ഉക്രൈൻ്റെ സൈനിക മേധാവി അലക്സാണ്ടർ സിർസ്കി ആണ് പ്രഖ്യാപിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇനി ഒരു പുതിയ യുദ്ധമുഖം തുറക്കുകയാണ്, ഡു ഓർ ഡൈ ആണ്. എന്താണെന്ന് വെച്ചാൽ പഴയ ചരിത്രത്തിൽ ലോകത്തിലെ മിക്കവാറും എല്ലാ യുദ്ധങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും കണ്ട ഒരു രീതിയുണ്ട്. അത് ഈ ഗറില്ല യുദ്ധമുറയാണ്, ഗറില്ല വാർ. ഗറില്ല യുദ്ധമുറ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒറ്റക്ക് ചാവേറായിട്ട് പോവുക, പൊരുതുക, ചെറിയ സംഘങ്ങളായിട്ട് പോവുക. ബലൂചിസ്ഥാനിൽ ഇപ്പൊ കാണുന്നുണ്ട്. ഇതിപ്പോ നമ്മുടെയൊക്കെ ചരിത്രത്തിൽ പലപ്പോഴും ഇപ്പോ മാർത്താണ്ഡവർമ്മയ്ക്ക് വേണ്ടി അത്തരം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, പഴശ്ശി രാജാവിന് വേണ്ടി നടന്നിട്ടുണ്ട്, ഈ മലബാർ കലാപത്തിൽ അങ്ങനെ നടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ വലിയ സന്നാഹങ്ങളുമായി സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ ബ്രിട്ടീഷ് പട്ടാളം വരുമ്പോൾ അവരെ നേർക്കുനേരെ പോയി അറ്റാക്ക് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ ഇവിടുത്തെ പോരാളികൾ ചെറിയ സംഘങ്ങളായി തിരിഞ്ഞിട്ട് കാട്ടിനകത്തൊക്കെ ഒളിച്ചിരുന്നിട്ട് ഈ ഏറുമാടങ്ങളിൽ മരത്തിന്റെ മുകളിലൊക്കെ ഇരുന്നിട്ട് കയ്യിലുള്ള അവരുടെ ഒരേ ഒരു ആയുധം അമ്പും വില്ലുമാണ്, അല്ലെങ്കിൽ ചെറിയ കൈത്തോക്കുകളാണ്, അല്ലെങ്കിൽ കുന്തങ്ങൾ എറിയാണ്, സമർത്ഥമായിട്ട് എറിയുമായിരുന്നു. അങ്ങനെ ഒറ്റക്ക് നടത്തിയിട്ട് കണ്ടുപിടിച്ചാൽ ഉറപ്പാണ് ഇയാൾ എവിടുന്നാണ് ഈ അമ്പ് വരുന്നതെന്ന് കണ്ടെത്തിയാൽ ഉറപ്പാണ്, പിന്നെ തീർന്നു. പക്ഷേ മരിക്കാൻ തയ്യാറായിട്ട് പോവുക, മരണത്തെ ഭയപ്പെടാതെ. മരണമാണല്ലോ ഒരു യുദ്ധമുഖത്തെ ഏറ്റവും അവസാനം നഷ്ടപ്പെടുക. അത് ആദ്യമേ നീക്കി വെക്കുക. രാജ്യത്തിന് വേണ്ടി, എൻ്റെ രാജാവിന് വേണ്ടി, എൻ്റെ രാജ്യത്തിന് വേണ്ടി, എൻ്റെ ജീവൻ. അത്തരം പോരാട്ടങ്ങൾ പലപ്പോഴും അറബ് രാജ്യങ്ങളിലൊക്കെ അത്തരം പോരാട്ടമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു യുദ്ധമുറ ഞങ്ങൾ സ്വീകരിക്കുകയാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോൾ അവർ ചെയ്യാൻ പോകുന്നത് 2 തരത്തിലാണ് നടത്തുന്നത്. ഒന്ന്, ഒരിക്കലും ഇനി യുദ്ധമുഖത്ത് നിങ്ങൾ 4-5 പേരുള്ള കൊച്ചു സംഘങ്ങളെ അല്ലാതെ ഉക്രൈൻ പട്ടാളത്തെ നിങ്ങൾ ഒരു വലിയ ബാരിക്കേഡായിട്ട് കാണൂല. കൊച്ചു സംഘങ്ങളെ അയക്കാൻ പോവാണ്. അവരുടെ കയ്യിൽ അതുപോലെ തന്നെയാണ് വേറൊരു രീതി എന്താണെന്ന് വെച്ചാൽ കൊച്ചു സംഘങ്ങൾ പോയിട്ട് വഴിയിലും കാട്ടിലും ഒക്കെ ഒളിച്ചിരുന്നിട്ട് ശത്രുവിന് വലിയ പ്രഹരം ഉണ്ടാക്കുക. അയാളെ തിരിച്ചറിയാത്ത കാലത്ത് എവിടുന്നാണ് വെടി വരുന്നത് എന്നറിയാതെ 8-10 പേരെ ഒരാൾക്ക് കൊല്ലാൻ പറ്റും. കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തിരിച്ച് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മുങ്ങാനും പറ്റും, രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ ഉക്രൈനിന്റെ സേനയെ വലിയ പരിക്കേൽപ്പിക്കാതെ, കാര്യമായ അപായമില്ലാതെ, ആളുകളുടെ ആളപായമില്ലാതെ ശത്രു സൈന്യത്തെ എങ്ങനെ വകവരുത്താമെന്നാണ് അവർ അന്തിമമായൊരു പരീക്ഷണത്തിലാണ്. വിജയിക്കുമെന്ന് അവർക്ക് ഉറപ്പില്ല.
എന്നാൽ ഇതല്ലാതെ വേറെ മാർഗമില്ല എന്നവർ പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ആളുകളുടെ പിന്തുണയില്ലാത്ത ആയുധങ്ങൾ, ഉദാഹരണത്തിന് റോബോട്ടുകൾ, അതുപോലെ റിമോട്ട് ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്ന ഡ്രോണുകൾ റഷ്യക്ക് നേരെ പറത്തി വിടുക. നിയന്ത്രണം ഒരൊറ്റ മനുഷ്യനുമില്ല, മനുഷ്യന്റെ അതിലില്ല, ഒരാളും. ആ ഡ്രോൺ തകർന്നാൽ തന്നെ ആളപായം ഉണ്ടാവില്ല. അതുപോലെ റോബോട്ടിക് ആയിട്ടുള്ള ആയുധങ്ങൾ, റോബോട്ട് തന്നെ പോയി വെടിവെച്ച് പോകുന്ന തിരിച്ചു റോബോട്ട് കൊണ്ടുപോകുമല്ലോ, മനുഷ്യന് പറ്റില്ല. അത്തരത്തിലുള്ള ആയുധങ്ങളൊക്കെ വികസിപ്പിച്ച് നൂതനമായ രീതിയിലും തന്ത്രങ്ങളും ആവിഷ്കരിക്കുകയാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. ഇത് ചരിത്രത്തിൽ പണ്ട് ഈ പറഞ്ഞ ഇതുണ്ടായിരുന്നല്ലോ, ചാവേർപ്പട, വാളുകൊണ്ടും കുന്തം കൊണ്ടും ഒക്കെയുള്ള ചാവേർപ്പട ഉണ്ടായിരുന്നു. അതുപോലെ യൂറോപ്പിൽ നൈറ്റ്സ് എന്ന് പറഞ്ഞ് KNIGHTS നൈറ്റ്സ് എന്ന് പറയുന്നൊരു പടയുണ്ടായിരുന്നു, പഴയ അലക്സാണ്ടറുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ജപ്പാനിൽ സമുറായി എന്ന് പറയുന്ന ഒരു പടയുണ്ട്. സമുറായി ഇത് തന്നെ ചാവേറുകളാണ്. രാജ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ രാജാവിന് വേണ്ടിയോ മരിക്കാൻ തീരുമാനിച്ചു പോവുക. നമ്മുടെ മാമാങ്കം കേട്ടിട്ടില്ലേ? തിരുനാവായയിൽ 12 കൊല്ലം കൂടുമ്പോൾ ഈ സാമൂതിരി പണ്ട് വന്നിട്ട് വള്ളുവനാടും സാമൂതിരിയും തമ്മിൽ, വള്ളുവനാട് രാജാവിനെ സാമൂതിരി തോൽപ്പിച്ചിട്ട് ആ രാജ്യം കൈയടക്കിയ കാലം തൊട്ട് വള്ളുവനാടിന് വേണ്ടി ഓരോ കൊല്ലവും പൊരുതാൻ നോമ്പ് നോറ്റ് പോകുന്ന പടയാളികൾ അവരാണ് ഈ മാമാങ്കത്തിന് പോവുക. അതായത് അവർ ഓരോരുത്തരായിട്ട് പോയിട്ട് സാമൂതിരിയുടെ പട്ടാളത്തെ നേരിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ച് ആയിരക്കണക്കിന് ആളുകൾ കൂടിയിട്ടുണ്ട്. അവരാണ് മാമാങ്കം എന്ന് പറയുക. എന്നിട്ട് അങ്കത്തട്ടുണ്ട്, രാജാക്കന്മാരൊക്കെ അപ്പുറത്ത് കൂടിയിരിക്കും. എപ്പോഴെങ്കിലും ഇതിലേതെങ്കിലും ഒരു പോരാളി സാമൂതിരിയുടെ പടയെ തോൽപ്പിച്ചാൽ വള്ളുവനാട് തിരിച്ചു കിട്ടും, വള്ളുവനാട് സ്വതന്ത്രമാകും. അതുവരെ സാമൂതിരിക്ക് തന്നെ. അങ്ങനെ എല്ലാ കൊല്ലവും ഒരുപാട് ആളുകൾ ഇങ്ങനെ പോയി പട പൊരുതി മരിച്ചു വീഴുന്ന അങ്കത്തട്ടാണ്. അത് ഇതുപോലുള്ളൊരു ഏർപ്പാടാണ് അവിടെ. ഇപ്പോൾ മംഗോളിയക്കാർക്ക് പണ്ട് ഇതുപോലെ ഉണ്ടായിരുന്നു. മംഗോളിയക്കാർക്ക് കവലറി എന്നാണ് പറയുക. കവലറിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ കുതിരപ്പടയാളികളാണ്. 4 or 5 കുതിരകൾ ഒരുമിച്ചേ പോവുള്ളൂ, വലിയ സംഘം പോവില്ല. എന്നാലും തീർന്നാൽ ആ 4 പേരല്ലേ പോവുള്ളൂ, അവർ മരിക്കാൻ തയ്യാറാണ്, കുതിരകളും പോയിക്കോട്ടെ. അപ്പോൾ പോകുമ്പോൾ ചെറിയ സംഘങ്ങളായിട്ട് അവർ തിരിച്ചു വന്നില്ലെങ്കിൽ അടുത്ത പട പോകും. അങ്ങനെ പോകുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. ഇത് അറബ് നാട്ടിലും പേർഷ്യയിലും ഒക്കെ ധാരാളം കാണുന്ന ഒരു മാതൃകയാണ്. അപ്പോൾ ഈ ഒരു മാതൃക കൊണ്ട് ഇനി വിജയിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? യുദ്ധം ഇപ്പോൾ ഇരുവശത്തും പരീക്ഷണമാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ റഷ്യ യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ചെറിയ പണവും സൗകര്യങ്ങളും അല്ല. റഷ്യയിലെ മുഴുവൻ പട്ടാളത്തെയും അവരെ ഒരു ചെറിയ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ്. റഷ്യക്ക് ആൾനാശം ഉണ്ടാകുന്നതിന് കണക്കില്ല. റഷ്യക്ക് പണം ഉണ്ട് എന്നുള്ളത് ശരിയാണ്. യുദ്ധകാലത്ത് അവർക്ക് പണം ഉള്ളത് കൊണ്ട് അവർ ചെലവാക്കുന്നു. പക്ഷേ ഉള്ള പണത്തിൻ്റെ മേജർ പങ്കും ഏറിയ പങ്കും ഇപ്പോൾ യുദ്ധത്തിന് വേണ്ടി ചെലവഴിച്ചാൽ ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താവും? അങ്ങനെ രണ്ടു കൂട്ടർക്കും ഇത് അവസാനിപ്പിക്കണമെന്നുണ്ട്. എവിടെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് ഉക്രൈൻ ഇറങ്ങുന്നത്. ഒന്നുകിൽ ഈ ചാവേർ ആക്രമണത്തിന്റെ ഗറില്ല യുദ്ധം കൊണ്ട് സഹിക്കാനാവാതെ എന്നാൽ തിരിച്ചടിക്കാൻ നോക്കുമ്പോൾ എതിരാളിയെ കാണുകയില്ല. അപ്പോൾ ഈ ഗറില്ല വാറുകൊണ്ട് പൊരുതി മുട്ടിയിട്ട് റഷ്യ യുദ്ധം നിർത്തിയാൽ നന്നായി, ഇല്ലെങ്കിലോ പൊരുതി മരിക്കാനും തയ്യാറെടുത്തിട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ്, രണ്ടും കൽപ്പിച്ച നീക്കത്തിലാണ്. ഒന്നുകിൽ ഇപ്പോൾ ധന്യ പറഞ്ഞ പോലെ ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം. അങ്ങനെ ഒരു പോരാട്ടമാണ് ഇപ്പോൾ ഉക്രൈൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, ഇതിങ്ങനെ നമ്മൾ കളി കാണുന്നത് പോലെ ഈ യുദ്ധം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചക്കാരൻ്റെ മനസ്സുകൊണ്ട് ആലോചിച്ച് നോക്കൂ. ഒരു ദുർബലൻ അവൻ്റെ അന്തിമമായ പോരാട്ടത്തിന് എല്ലാ വഴിയും പ്രയോഗിക്കുകയാണ്. നിലനിൽപ്പിന് വേണ്ടിയുള്ള അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. അപ്പുറത്തൊരു മഹാശക്തി ഇവരെ കീഴ്പ്പെടുത്താനുള്ള പോരാട്ടമാണ്. ഒരു വമ്പനും ഒരു ദുർബലനും തമ്മിലുള്ള പോരാട്ടത്തിൽ എന്തൊക്കെ ആയാലും ഈ യുദ്ധം കാണുന്ന ഏതൊരു മനുഷ്യനും ഉക്രൈന് വേണ്ടി കൈയടിക്കും. നമുക്കും ഈ സമയത്ത് ഉക്രൈന് വേണ്ടി കൈയടിക്കാൻ തോന്നുന്നുണ്ട്. അവര് വിജയിക്കും എന്ന് പ്രതീക്ഷിക്കാനും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആ രാജ്യത്തെ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കട്ടെ. തീർച്ചയായിട്ടും അത്രയേ ചെയ്യാനാവും. യുദ്ധം അവസാനിച്ചാൽ എന്തായാലും നല്ലതാണ്. ഓക്കെ.